SHIJAH. ഓ, കൈ പൊള്ളി, ഭയങ്കര ചൂടുണ്ട്, വേണ്ടായിരുന്നു. അതിനിവിടെ മെഡിസിൻ്റെ ഒരു ലോഗോ ഉണ്ട്. അതിൻ്റെ പേര് നമ്മൾ പേര് എഴുതിയിരിക്കുന്ന സുഹൃത്തുക്കളെ. റിയറിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ക്രാമ്പ്ഡ് ഫീലിങ്സ് നല്ലോണം ഉണ്ടാവും. ഇതാണിപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സീറ്റിംഗ്. ഇനി നമ്മൾ മടക്കി വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. സി, ഇതൊരു ഭയങ്കര തടസ്സം. നമുക്കൊരു പെട്ടിക്കുള്ളിൽ ഇരുന്നത് പോലെയുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. തീരെ ലെഗ് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഒരു സ്പെഷ്യൽ വാഹനമാണ്, അതുകൊണ്ട് ഞാൻ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഏത് വാഹനം എന്നറിയില്ലേ? മെഴ്സഡസ് ബെൻസിൻ്റെ എസ് ക്ലാസിൻ്റെ കൂപ്പയാണ്. സി, 2 ഡോർ. അതായത് മെഴ്സഡസ് ബെൻസിൻ്റെ എസ് ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള 2 വാഹനങ്ങളായിരുന്നു. ഒരു കൂപ്പെ, ഒരു GT കാറാണ്. കൂപ്പയാണ്, GT കാറാണ്. 2 മോഡലുണ്ട്. C217ഉം പിന്നെ A217ഉം. ഒന്ന് തന്നെ നോർമലായി ജസ്റ്റ് ഒന്ന് റവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ എസ് ക്ലാസ് കൂപ്പയാണ്. എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വേരിയൻ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു C217, അതായത് കൂപ്പെ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു 2 ഡോർ. അതുപോലെ തന്നെ കൺവേർട്ടറും വരുന്നുണ്ട്, അത് A217 ആണ്. 2014 തൊട്ട് 2020 ഒരു 6 വർഷം മാത്രമേ ഈ ഒരു വാഹനം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ 2017 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ആ ഫേസ് ലിഫ്റ്റ് വേർഷനാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് ക്ലാസ് ബേസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. സി, ആ ഒരു എലമെൻറ്റ് നമ്മുടെ ഹെഡ്ലൈറ്റ്സിൽ LED ഇൻ്റലിജൻറ്റ് ലൈറ്റ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ വലിയ ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയ ബ്രഷ്ഡ് അലൂമിനിയം പ്ലസ് അലൂമിനിയം ക്രോം എല്ലാ പ്ലേറ്റിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ ബെൻസിൻ്റെ വലിയൊരു ലോഗോ അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബെൻസിൻ്റെ ലോഗോ നൽകിയിട്ടുണ്ട്. ആൻഡ് അതിലൊക്കെ ചെറിയ എലമെൻസുകളൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. ആൻഡ് ഇവിടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു എയർ ഡാം നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറിയ ഒരു LS നൽകിയിട്ടുണ്ട്. ആൻഡ് അവിടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വീതിയുള്ളൊരു വാഹനമാണ് അത്. സി, ഇവിടെയൊക്കെ നോക്കിയാൽ 2-3-4 ബൾജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാസ്കുലിൻ ലുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സോ ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പോക്ക്, ഇതൊരു സ്പോക്ക്, അങ്ങനെ 5x2, അതായത് ഒരു 10 സ്പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. AMG വീലാണ്. മെഴ്സഡസ് ബെൻസിൻ്റെ ലോഗോ അതിലുണ്ട്. ഞാനിവിടെ മെഴ്സഡസ് ബെൻസിൻ്റെ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ 245/40 20 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് എന്താ പറയുക മോഡിഫൈ ചെയ്യാം. ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ബോഡി കളേർഡ് മിറേഴ്സാണ്. ചെറിയൊരു ബ്ലാക്ക് കോട്ട് നൽകിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുതന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഴ്സഡസ് ബെൻസിൻ്റെ ഒരു ലോഗോ ചെറിയ ലെറ്ററിങ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് മെയിൻ ഹൈലൈറ്റ്. സി, ഈ വാഹനം ഒരു 2 ഡോറാണ്. ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ റാപ്പിഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ തന്നെയാണ്. സി, നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ വിൻഡോസ് അതുപോലെ താഴെയും ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിൽ തന്നെ ചെറിയൊരു അലുമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു ബ്രഷ്ഡ് ഫീലിങ്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ലൈൻസുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇവിടെയാണ് നമ്മുടെ GT ക്യാരക്ടേഴ്സ് നമുക്ക് ഈ വാഹനത്തിലുള്ളത്. സി, ആക്ച്വലി നമുക്കത് കൺട്രോൾ ചെയ്യാം. 2 വിൻഡോസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഉള്ളിൽ ഈ സൈഡിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ളതില്ല. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറയാം. ഇതാണ് നമ്മുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 90 ലിറ്റേഴ്സാണ്.
90 അല്ല 80 ലിറ്റേഴ്സാണ്. ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ OLED ലൈറ്റ്സുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ആൻഡ് C67 പാർട്ടിക്കിൾസാണ് ഈ ഒരു ലൈറ്റിൽ മാത്രം. നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ചെറിയ ബിൽഡിങ്സ് അടുത്തടുത്ത് വെച്ചതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ്. ഇതിലും ചെറിയ ചെറിയൊരു എലമെൻറ്റ്സ് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ദുബായിലൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബിൽഡിങ്സൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ വെച്ചതുപോലെയാണ്. അതിനിവിടെ ഈ ലൈറ്റ്സിൽ ഇവിടെ തുടങ്ങിയിട്ട് ആ എൻഡ് വരെ ഒരു അലുമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിനിത് ഫോർമാറ്റിക്, അതായത് 4 വീൽ ഡ്രൈവ് സിസ്റ്റത്തിനാണ്. നമ്മൾ അറിയാം നമ്മുടെ BMW ഇതിന് എക്സ്ട്രാ എന്ന് പറയും, ഓഡി ക്വാർട്ടർ എന്ന് പറയും. ആക്ച്വലി ഇത് ഫോർമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമുക്ക് 2 ഓപ്ഷൻസിൽ ലഭ്യമാണ്. റിയൽ വീൽ ഡ്രൈവിലുണ്ട്, ഓൾ വീൽ ഡ്രൈവിലുണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. അതിനിവിടെയാണ് നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് നൽകിയിട്ടുള്ളത്. ഡുവലാണ്, പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോലത്തിലാക്കിയെന്നുള്ളൂ. അതിന് റിഫ്ലക്ഷൻസ് കാണാനൊക്കെ നൽകിയിട്ടുണ്ട്. സെൻസർ ഇവിടെ ബുക്കിങ്ങിൻ്റെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിലും ചെറിയൊരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബെൻസിൻ്റെ ലോഗോ ഉണ്ട്, S560. ആക്ച്വലി ഇത് പ്രീ ഫേസ് ലിഫ്റ്റ് ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ S500 S550 എന്നായിരുന്നു. ഇപ്പോൾ അത് 560 എന്നാക്കി ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ. എന്താണ് നമ്മുടെ ബൂട്ട് സ്പേസ് 510 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിട്ടുള്ളത്. 2 നെറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ 12 വോട്ടിൻ്റെ സോക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. S-ക്ലാസ് കൂപ്പയുടെ ഓണേഴ്സ് മാനുവലാണ്. പണ്ടൊക്കെ അത് കളക്ട് ചെയ്യേണ്ട ഒരുപാട് ഭ്രാന്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറിയിട്ടില്ല. അത്യാവശ്യം തിരക്കില്ലാതെ എന്താ പറയുക, ചെറിയ ലഗേജസ്, ചെറിയ ബാഗുകളായിരിക്കും കൂടുതൽ കംഫർട്ടായിട്ടുണ്ടായിരുന്നു തോന്നുക. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്സ് ആണ്. ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.02 മീറ്ററാണ്. ഈ വിടുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.89 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിടുത്തും വരുന്നത്. ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.41 ആണ്. ആൻഡ് വീൽ ബേസ് വരുന്നത് 2.945 വിച്ച് ഈസ് ലെസ് ദാൻ 3 മീറ്റർ. പക്ഷെ അത് കൂടുതൽ അവൈലബിലിറ്റി നമുക്ക് ഇന്ത്യയിലില്ല. ആക്ച്വലി ഇതിൽ കുറച്ച് ഇവിടെയൊക്കെയാണ് കുറച്ചുകൂടി നമുക്കത് സ്പേസ് ഉള്ളത്. ആൻഡ് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസൈൻ എലമെൻറ്റ്. നമ്മുടെ കൂപ്പർ ഡിസൈൻസ് ഒരു ചീട്ട് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. ഞാൻ ഒരുപാട് വാഹനങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു C പില്ലറിൽ വരുന്ന ആ ഒരു ഡിസൈനാണ്. എന്താണെന്നറിയില്ല, ആ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് ഏത് വാഹനം കണ്ടാലും എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോൾ ഈ ബെന്റ്ലി മുൾസയിൽ കണ്ടാലും ആ ഒരു ഡിസൈനാണ്. എന്താണെന്നറിയില്ല, ഈ ഒരു ഏരിയക്കാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയറിൽ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. സോ നമുക്കിനി ഇൻറ്റീരിയറിൽ കയറി നോക്കാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ഡോർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെതറാണ്. ലെതർ പ്ലസ് പ്ലാസ്റ്റിക് ഫീലൊക്കെയാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിലൊരു റെഡ് ലെതർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസാണ്. ഇവിടെ ചെറിയ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ ഡോറ് ലോക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. അതിന് 3 വേല് നമുക്കത് സേവ് ചെയ്യാൻ കഴിയും. വെന്റിലേഷൻ, ഹീറ്റിംഗ് എല്ലാം ഉള്ളതാണ്. അതിന് ബെംസ്റ്ററിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം നൽകിയിട്ടുണ്ട്. നമ്മുടെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. ചെറിയൊരു സ്പേസ് ഉള്ളിലേക്കും ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ലെറ്ററിങ്, ഈ ഒരു പ്ലേറ്റിങ് നൽകിയിട്ടുണ്ട്. കയറി ഇരിക്കാനും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതാണ് ഡോറിനെ കുറിച്ച് പറയുന്നത്. സോ നമുക്കിനി ഇന്ത്യയിലുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളെ W222 S-ക്ലാസ്സിൽ കണ്ട അതേ ഡിസൈൻ എലിമെൻ്റാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഒരു സിംഗിളായിട്ടുള്ള സ്ക്രീനുണ്ട്. രണ്ടും പാർട്ടായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഒരു സിംഗിൾ സ്ക്രീൻ പോലെ നമുക്കത് തോന്നും. അല്ല, നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ടച്ചിങ് ഇല്ല, നമുക്കെല്ലാം ഇതിൽ നമുക്കത് നമ്മൾ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്.
നമ്മുടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മളെ മീഡിയ കൺട്രോൾ ചെയ്യാം. ഇവിടെ ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാം, പല രീതിയിൽ കൺട്രോൾ ചെയ്യാം. ഇത് മാപ്പാണ്. അങ്ങനെ പല കാര്യങ്ങൾ ആ ഒരു ഫ്രണ്ടിലെ വിഷൻസാണ് നമ്മൾ കണ്ടുള്ള ആ ഒരു എസ് ക്ലാസ് തന്നെ. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ഒരു ടർബുലൻ്റ് എഫക്റ്റുള്ള AC വെൻസ്. ഞാനിവിടെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് നൽകിയിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ അതുപോലെ തന്നെയുള്ള ആ ഒരു ചെറിയൊരു ഉരസൽ പോലെയുള്ള ചെറിയൊരു എലമെൻറ്റ് അതിലും കാണാം. ഇതെല്ലാം ടച്ചാണ്. ഞാനിവിടെ ഡിസൈനോടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ആസ്ട്രയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ചെറിയ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ട് ഒരു സോക്കറ്റ് നൽകിയിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ ഒന്നും കാണാനില്ല. ഇവിടെയാണ് നമ്മുടെ മറ്റ് കൺട്രോളുകളൊക്കെ, റേഡിയോ, മീഡിയ, നാവിഗേഷൻ, എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്കിതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാം, നാവിഗേഷൻ, റേഡിയോ, മീഡിയ, എല്ലാ കാര്യങ്ങളും. ഇവിടെയാണ് നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മുടെ മോഡ്സ്, ഡ്രൈവ് മോഡ്, ഡൈനാമിക് സെലക്ട്, എല്ലാം ഡൈനാമിക് സ്പോർട്സ് എല്ലാം സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ സസ്പെൻഷൻ ഉയർത്താനും താത്താനുള്ളതാണ്. ഇത് പാർക്കിംഗ് ക്യാമറയുടേതാണ്. ഇതൊരു മൗസ് പാഡാണ്. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ചെറിയൊരു പ്ലാസ്റ്റിക് എലമെൻറ്റ്, ഇതൊക്കെയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 USB പ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ്ങിന് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉള്ളിലേക്കുള്ളൊരു ഏരിയ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു SD പ്ലോട്ട് നൽകിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് തുറക്കാം. ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് തുറക്കാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ESP, പിന്നെ ഇതെന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ലൈൻ കീപ്പ് അസിസ്റ്റ്, ഇത് റിയർ മറ്റേ നൈറ്റ് അസിസ്റ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് ബ്ലൈൻഡ് ഉണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് കൺട്രോളിൻ്റെ ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു വ്യൂ. നമ്മുടെ നോർമൽ എസ് ക്ലാസ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതിനിപ്പോൾ നമ്മുടെ ഗിയർ സെലക്ട് ചെയ്യാനുള്ളത്, നമ്മുടെ വൈപ്പേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമുക്കുള്ളൊരു ഫ്രണ്ടിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു ചെറിയൊരു എലമെൻറ്റ്, ഒരു ഡിസൈൻ എലമെൻറ്റ് ഭയങ്കര രസമുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ കണ്ടതുപോലെ, നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ്ലൈറ്റ്സിൽ കണ്ടതുപോലെ. ഇതാണ് മറ്റൊരു കാര്യം. ഇത് ഫുൾ പനോറമിക് സൺറൂഫ് ആണ്. ഫുൾ പനോറമിക് എന്ന് പറഞ്ഞാൽ ഇതാണ് സൺറൂഫ് വരുന്നത്. ആക്ച്വലി ഇത് ടിൻറ്റഡ് ആണ്. നമ്മളൊരു ബട്ടൺ അനുസരിച്ച് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അത് ബാക്ക് ടു നോർമൽ ആകും, വൈറ്റ് ആവും, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പോലെ ആവും. ഇനി ഇവിടെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. അത് വെക്കാൻ പറ്റില്ല. ചെറിയൊരു ലൈറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ മിറർ ഇതാണ്. അവിടെയും ചെറിയൊരു ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. നമുക്കിനി ബാക്കിലേക്കൊന്ന് കയറി നോക്കാം, റിയറിലെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ഡോറ് നമ്മൾ ലോക്ക് തുറക്കുമ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് ആണ് ആ പോയത്. നമുക്ക് നോക്കാം, സീറ്റ് ബെൽറ്റ് നമുക്കവിടെ വരും. അപ്പോൾ ഇനി നമുക്ക് റിയറിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ക്രാമ്പ്ഡ് ഫീലിങ്സ് നല്ലോണം ഉണ്ടാവും. ഇതാണിപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സീറ്റിംഗ്. ഇനി നമ്മൾ മടക്കി വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇതൊരു ഭയങ്കര തടസ്സം. നമുക്കൊരു പെട്ടിക്കുള്ളിൽ ഇരുന്നത് പോലെയുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. തീരെ ലെഗ് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പോട്ടെ. അപ്പോൾ ഇനി ഇവിടെ കുറിച്ചാണെങ്കിൽ ഇവിടെ ചെറിയൊരു സൗണ്ട് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്പീക്കർ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലെ ആണ്. ഫ്രണ്ടിലെ ഇതാണ്. നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെയുണ്ട്.
ഇനി ഇവിടെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ, മറ്റേ ചാർജിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതൊക്കെ തന്നെ ഉള്ളൂ, ഒന്നും കാണാനില്ല. 2 വോൾട്ടുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഒരു സീറ്റിൻ്റെ അവസ്ഥ എന്താണുള്ളത്. ഈ ഒരു സീറ്റ് നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം ഫ്രണ്ടിൽ മാക്സിമം നിന്നാലും നമ്മൾ നേരത്തെ കണ്ടു ഭയങ്കര ഒരു ക്രാമ്പ്ഡ് ഫീലിംഗ് ആണ് ഉള്ളിരിക്കും. പക്ഷേ സീറ്റും കാര്യങ്ങൾ കംഫർട്ടാണ്. പക്ഷേ സീറ്റ് കുറച്ചുകൂടി ഒന്ന് റീക്ലൈൻ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കംഫർട്ടായിരിക്കുന്നു. ഇനി ഇവിടെ ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ തലക്ക് മേലെ ഒരു ലൈറ്റും ഉണ്ട്. ഡിസൈനോടെ ഒരു സ്റ്റിച്ചിങ് അതിലുണ്ട്. ഇത് ആക്ച്വലി 4 പേർക്ക് മാത്രമേ ഇരിക്കാനാവും കഴിയുന്നുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. ഈ ഒരു എലമെൻറ്റ് നമ്മുടെ എസ് ക്ലാസ്സിൽ ഇരുന്ന പോലെ കംഫർട്ടൊന്നും തീർച്ചയായിട്ടും ഇതിൽ റിയർ സീറ്റിൽ നമുക്ക് അത്ര കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിൻഡോ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആ സൈഡിലാണെങ്കിലും ഈ സൈഡിലെ ആൾക്കാർക്കും നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് വേണ്ടി വരും മിററൊക്കെ താത്തണമെന്നുണ്ടെങ്കിൽ. അതൊരു പോരായ്മയാണ്. ബെൻസിലൊന്നും നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം. എന്നിരുന്നാലും ആഫ്റ്റർ ആൾ ഇറ്റ്സ് എ ബെൻസ്, അത്രേ ഉള്ളൂ. അതിന് ഇവിടെയൊക്കെ നമ്മുടെ AC വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പളോനോമിക് സൺറൂഫ് നമ്മുടെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് താന്നത് കൊണ്ട് ഇവിടെ പിന്നെയും പൊങ്ങുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ഹെഡ് റെസ്റ്റ് കുറച്ചുണ്ട്. എനിക്ക് ഹെഡ് റെസ്റ്റ് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഇനി എന്നെക്കാളും ഹൈറ്റിലെ ആൾക്കാർ ചിലപ്പം ഞാൻ 1.6 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഒരു 1.7 ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ തല തട്ടാനുള്ളൊരു ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഇനി കൂടുതൽ ഇരുന്നാൽ കൂടുതൽ ക്രാമ്പ്ഡ് ഫീൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പോട്ടെ, ഒന്ന് കഴിയോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു മാസീവ് V8 എഞ്ചിനാണ്, ഒരു 4 സിലിണ്ടർ V8 എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഈ ഒരു വാഹനത്തിൽ വരുന്നത് 465 ഹോഴ്സ് പവറും 700 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നമ്മുടെ ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4, അങ്ങനെ V ഷേപ്പിലാണ് ഈ ഒരു എഞ്ചിൻ കിടക്കുന്നത്. SHIJAH. കൈ പൊള്ളി, ഭയങ്കര ചൂടുണ്ട്, വേണ്ടായിരുന്നു. അതിനിവിടെ മെഡിസിൻ്റെ ഒരു ലോഗോ ഉണ്ട്. അതിൻ്റെ പേര് നമ്മൾ പേര് എഴുതിയിരിക്കുന്ന സുഹൃത്തുക്കളെ. പല വേർഷൻസിൽ നമുക്കതുണ്ട്. X63 AMG വേർഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ S560 S ക്ലാസ് കൂപ്പയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നതാണ്. Until we meet again, bye bye.